ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴത്തോരു മുമ്പ് ഇടയുന്നത് ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നേരെ ഗോവർദ്ധനെ വിളിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധനോട് ചോദിക്കുകയാണ്, എന്തായി അവിടെ കാര്യങ്ങളൊക്കെ, നീ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ബാലേട്ട ഞാൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും ഇവിടെ ഒരു ബൈസ്റ്റാൻഡറിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അതിന് അലീനയെ വിടണോ? അലീനെ വേണമെങ്കിൽ ബൈസ്റ്റാൻഡറായിട്ട് വിട്ടേക്കാം. അതിന് ഇവിടെയുള്ളവർ സമ്മതിക്കില്ലല്ലോ. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അന്വേഷിച്ചിട്ട് വേണോ ഹോസ്പിറ്റലിൽ ഒരാളെ നിർത്താനായിട്ട്? അത് ഹോസ്പിറ്റലാണ്, അല്ലാതെ അവരുടെ വീടല്ല. അത് നീ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഗോവർദ്ധ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക്, വേണ്ട, ഒരു പ്രശ്നത്തിന് വെറുതെ മുതിരണ്ട. പിന്നെ ഹോസ്പിറ്റലും കൂടി പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാനായിട്ട് പോകുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല ബാലേട്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് വരികയാണ്. അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ, അച്ഛന് വിശക്കുന്നില്ലേ, അച്ഛൻ എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചായയും കൊടുക്കാം. അപ്പോൾ അലീനയോട് ചോദിക്കുകയാണ്, അലീനെ നീ എന്തെങ്കിലും കഴിച്ചെന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല അച്ഛാ ഞാനൊന്നും കഴിച്ചില്ല. എങ്കിൽ പിന്നെ പോയി കഴിക്കുക. അതല്ല അച്ഛാ, എനിക്ക് സംസാരമൊക്കെ പിന്നെ ആവാം, ആദ്യം എന്തെങ്കിലും പോയി കഴിക്കുക, ചെല്ല്, എന്നിട്ടാവാം സംസാരം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ പറഞ്ഞു വിടുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോഴത്തെ അവസ്ഥ. കാരണം വൈജയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം, ഇനി വൈജയുടെ അടുത്ത് കൊണ്ട് അലീനയെ നിർത്തണോ എന്നൊക്കെ ആലോചിച്ചാണ് നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹരിയെയും ഹരിയുടെ കാമുകിയാണ്. അപ്പം ഹരിയും ഹരിയുടെ കാമുകിയും കൂടി ഇങ്ങനെ ബൈക്കിൽ പോവാം. ആ സമയത്ത് ഹരിയാണെങ്കിൽ, എടി എന്നൊന്ന് ശരിക്കും അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കിൽ ഇങ്ങനെ പാഞ്ഞിങ്ങനെ പോവാ. നമ്മളെങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ കാനനച്ചോലയിൽ പോവാണ്. കാനനച്ചോലയോ? അത് കാണാൻ നല്ല രസമാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഭയങ്കര രസമാണ്, നിന്നെ ഞാൻ കാനനച്ചോലയിൽ എത്തിക്കാം, നീ ഒന്ന് കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പോവാ. ആ സമയം തന്നെ മനുവും വരുന്നുണ്ട്. മനുവാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരിക, ബാലേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മനു കയറി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അലീന എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായപ്പോഴേക്കും, ഇതെന്താ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണോ? എങ്ങനെ മൂഡ് ഓഫ് ആകാതിരിക്കും മനുവേട്ട? അതേപോലുള്ള സംഭവങ്ങളല്ലേ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എനിക്കാകെ ടെൻഷനാവുന്നു. ഞാൻ ഏതായാലും മനുവേട്ടന് ചായയും കഴിക്കാനും എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൊഴുക്കട്ടയും ചായ എടുത്തുകൊണ്ട് വരിക. മനുവേട്ട ഇത് കഴിക്ക്, എങ്ങനെ കഴിക്കാനായിട്ട് തോന്നുന്നു? എനിക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ല അലീന എന്ന് പറയുമ്പോൾ, അതെന്താ വിശപ്പും ദാഹമൊന്നും ഇല്ലാത്തത്? അത് നമ്മൾ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാകുമോ? ഇല്ല. നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ വിശപ്പുണ്ടാകുമോ? ഇല്ല. അതേപോലെ തന്നെ വൈജാൻറ്റിക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശപ്പൊന്നുമില്ല, ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല അലീന. അപ്പോൾ അലീനയ്ക്ക് വീണ്ടും സങ്കടം തോന്നുകയാണ്. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയല്ലേ മനുവേട്ട? ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ ഓരോ പ്രശ്നങ്ങളും സംഭവിക്കുന്നത്, കണ്ടില്ലേ? ഇപ്പോൾ മേഡത്തിനും ഇങ്ങനൊരു അപകടം സംഭവിച്ചില്ലേ, നീ കാരണം. എന്തിനു നീ കാരണം? നിന്നെ സംരക്ഷിക്കുകയല്ലേ ഇവിടെ ചെയ്യുന്നത്. നിന്നെ ഇവിടെ നിർത്തണ്ടെന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ടോ? ഇല്ല. എന്തിനാണ് നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് നോക്കുന്നത്? അതെ മനുവേട്ടനും സത്യങ്ങളൊക്കെ അറിയാം. അച്ഛൻ എന്നെ മോളാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നോട് പിടിച്ചു നിർത്തുകയാണ്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അച്ഛന് പോലും അറിയില്ല ആ ഒരവസ്ഥയിൽ. പക്ഷേ എന്താണ് യാഥാർത്ഥ്യമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ മനുവേട്ട. അപ്പോൾ പിന്നെ എനിക്കിതെല്ലാം ഇങ്ങനെ സഹിക്കാനായിട്ട് പറ്റും മനുവേട്ട? മനുവേട്ടനൊന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ? അലീന, നീ ഇത്രയൊക്കെയും കൂടുതൽ ചിന്തിക്കുന്നുണ്ടോ? ഏതായാലും അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനുവേട്ട, അതൊക്കെ ചിന്തിക്കണം. എനിക്കങ്ങനെ ചിന്ത പോകും. കാരണം ബാലൻ സാറ് എൻ്റെ അച്ഛനല്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എൻ്റെ സ്വന്തം അമ്മയായ ഞാൻ മേഡോന്ന് വിളിക്കുന്ന എൻ്റെ അമ്മ വൈജ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. പക്ഷേ നമുക്ക് മാത്രമല്ലേ ഈ സത്യങ്ങൾ അറിയുള്ളൂ എന്ന് വിചാരിച്ച് അച്ഛനേക്കൊരു അംഗീകാരം തന്നിട്ടുണ്ട്. എന്നെ അച്ഛാ എന്ന് വിളിച്ചോന്നും പറഞ്ഞ്, നീ എൻ്റെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു അംഗീകാരം തന്നിട്ടുണ്ട്. പക്ഷേ ആ അംഗീകാരവും ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കാലുമക്കാലി കയറ്റി നിൽക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല മനുവേട്ട. ആ ഒരു ചിന്തയൊന്നും എനിക്ക് പോകത്തുമില്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും അത് എന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നമാണ് മനുവേട്ട. എനിക്ക് ഓരോ ദിവസം കഴിയും തോറും സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അമ്മ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അമ്മയ്ക്ക് നാണക്കേടാവില്ലേ? ബന്ധുക്കാരെ അറിഞ്ഞു കഴിഞ്ഞാലോ? ബന്ധുക്കാർക്ക് നാണക്കേടാവില്ലേ? പലർക്കും നാണക്കേടാവില്ലേ? അപ്പം എല്ലാവർക്കും നാണക്കേടാകാനുള്ള കാരണക്കാരി ആരാ? അത് ഞാൻ തന്നെയല്ലേ? ഞാനല്ലേ എല്ലാവർക്കും വലിയൊരു അപമാനം എന്നൊക്കെ മനുവിനോട് പറഞ്ഞപ്പോഴേക്കും, അലീന പറയുന്നതിൽ സത്യം തന്നെയുണ്ട്. പക്ഷേ ചില കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവുള്ളൂ. ചില സത്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കാത്തിരുന്നേ മതിയാവുള്ളൂ. പക്ഷേ സത്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ബാലനങ്ങൾക്ക്
അലീന നിന്നെ പുറത്താക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ എനിക്ക് സത്യാവസ്ഥ അറിയാം. അതേ മനുവേട്ട, മനുവേട്ടന് സത്യാവസ്ഥ അറിയാം. പക്ഷേ വെന്തുരുക്കി തീരാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് എന്നെ ചേർത്ത് പിടിക്കാൻ എല്ലാത്തിനും എൻ്റെ അച്ഛനല്ലേ എനിക്കുള്ളൂ. അച്ഛനിപ്പം ഞാനും മാത്രമേ ഉള്ളൂ. അച്ഛൻ തളർന്നു പോകുമ്പോൾ അച്ഛനും കരുത്ത് കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ മനുവേട്ട ഉള്ളൂ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനുവാണെങ്കിൽ നേരെ അലീനയുടെ അടുത്ത് ചെന്ന് അലീനയെ ചേർത്ത് പിടിച്ചിട്ട്, അലീന, നിനക്ക് ഞാനില്ലേ നിന്നെ ചേർത്ത് പിടിക്കാനായിട്ട്, നിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ഞാനില്ലേ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിയ അലീനയും മനുവിൻ്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കിടക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരിയെയും അതേപോലെ ഹരിയുടെ കാമുകിയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു റിസോർട്ടിലെത്തുക. ആ സമയത്ത് ഇതാണോ കാനനച്ചോല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇത് കാനനച്ചോലയൊന്നല്ല, അല്ല, ഇവിടെ ഏതാടിനെയാണ് മേയ്ക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരാടുണ്ട്, അതാണ് നീ. ഓഹോ, അപ്പോൾ എന്നെ മേയ്ക്കാനായിട്ടാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, നിന്നെ മേയ്ക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ദേ, ഏതായാലും നിനക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് നടന്നിങ്ങനെ പോകുമ്പോൾ അവിടെ ആ റിസോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തുകയാണ്. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അതെ, ഞങ്ങൾക്ക് ഒരു റൂം വേണമെന്ന് വെച്ചപ്പോൾ 3000 രൂപയാണ് റൂമിൻ്റെ റെൻ്റ് എന്ന് പറയണം. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ റൂമോ, എന്തിനിപ്പോൾ റൂം എടുക്കുന്നത്, അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ നമ്മളിവിടെ വന്നല്ലേ, നമുക്കൊന്ന് റെസ്റ്റ് ഒക്കെ എടുക്കാമല്ലോ. വേണ്ട, റൂമിൻ്റെ ആവശ്യമൊന്നുമില്ല, റൂം വേണ്ട. അപ്പോൾ ഹരിക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ ഹരിയാണെങ്കിൽ, ശരി, റൂം വേണ്ടെങ്കിൽ വേണ്ട, ഫുഡ് എങ്ങനെയാണ്, കുക്കിനൊന്ന് വിളിക്കാമോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് പറഞ്ഞോളൂ സർ, അതെല്ലാം ഞാൻ തന്നെയാണ്. നിങ്ങളാണോ കുക്ക്? അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ റിസപ്ഷനിൽ എവിടെയാണ്? അതും ഞാൻ തന്നെയാണ്. എൻ്റെ ദൈവം 3 in 1 ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഓളിനോളും ഞാൻ തന്നെയാണ് സാർ. സാറിന് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോളൂ. ഏതായാലും എടി, നമുക്കൊരു റൂം എടുക്കാം, 3000 രൂപയല്ലേ ഉള്ളൂ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒരു റൂം എടുത്തിട്ട് പോയാൽ മതി. ശരി, നിൻ്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഈ പെണ്ണ് പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കറങ്ങി നടന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണിനെ ഒന്ന് തലോടുകയും താരാട്ട് പാടുകയൊക്കെ ഇങ്ങനെ നമ്മുടെ ഹരി അങ്ങനെ ചെയ്യുക. ഒരു കാമുകൻ എന്ന രീതിയിൽ ഈ പെണ്ണ് ശരിക്കും പെട്ടുപോയി ഹരിയുടെ മുന്നിൽ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ്. അപ്പോൾ ബാലചന്ദ്രൻ നേരെ ഈ വൈജയുടെ മൂത്ത ആങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഞാൻ ഡൽഹിയിലോ? അതെന്താ ഡൽഹിയിൽ? നേരിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ, പിന്നെ ഇതിനെ ഡൽഹിയിൽ ഇറങ്ങിയത്? അത് പിന്നെ എനിക്ക് ഡൽഹിയിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ ഡൽഹിയിൽ ഇറങ്ങിയത്. അത് പിന്നെ ഞാൻ ചില കാര്യങ്ങളിലൊക്കെ അറിഞ്ഞു, വൈജയുടെ കാര്യങ്ങളാണ്, ആക്സിഡൻ്റ് ആയ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലേ. അപ്പോൾ അല്ല, എന്നെ ശിവനൊക്കെ വിളിച്ചിരുന്നു, രാജീവനൊക്കെ വിളിച്ചിരുന്നു. എന്താ, വൈജയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്നാണല്ലോ പറഞ്ഞത്. പറഞ്ഞത് സത്യം തന്നെയാണ്, വൈജയ്ക്ക് കുറച്ച് സീരിയസ് ആണ്. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാ ബാല ഇങ്ങനൊരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, പ്രശ്നം എന്തിനാണെന്നോ? അല്ല, ബാലേന്ദ്രൻ കുറേ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞതായിട്ടൊക്കെ അറിഞ്ഞല്ലോ. എന്തിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അല്ല, ചില കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇനി കൂടുതൽ വിശദീകരിച്ച് പറയണോ? ഉള്ള സത്യാവസ്ഥ മുഴുവനും. ബാലേന്ദ്ര, ക്ഷമിച്ചും സഹിച്ചും ഒന്നൊക്കെ നിൽക്കാനായിട്ട് പാടില്ലേ? ഇങ്ങനൊരു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണോ? അലീനയാണ് ആ കുടുംബത്തിലെ പ്രശ്നമെങ്കിൽ അലീനയെ മാറ്റി നിർത്തിക്കൂടെ? എങ്ങനെ എനിക്ക് അലീനയെ മാറ്റി നിർത്താനായിട്ട് പറ്റും? അലീന എൻ്റെ മകളല്ലേ, അതെങ്ങനെ നിങ്ങളുടെ മകളാകും? നിങ്ങളുടെ ചോരയെന്നല്ലല്ലോ അലീന. ആര് പറഞ്ഞു? അവൾ എൻ്റെ മകൾ തന്നെയാണ്, എൻ്റെ ചോരയാണ് എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ബാലേന്ദ്ര, വീണ്ടും എന്നോട് ഈ കാര്യങ്ങളെ സംസാരിക്കരുത്. കാരണം നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് വൈജയുടെ പഴയ കഥകൾ പറയുമ്പോഴും വൈജ പ്രസവിച്ച മകൾ മരിച്ചിട്ടില്ല എന്നും അലീനയാണ് അവൾ പ്രസവിച്ച മകളായിട്ട് അവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് അങ്ങോട്ട് വന്നത്. ആ രീതിയിൽ തന്നെയാണ് അലീനയോട് ഞാൻ സംസാരിക്കുകയും ചെയ്തത്, പെരുമാറുകയും ചെയ്തത്. ഇത് കേട്ട ബാലേന്ദ്രനാണല്ലോ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ കഥകളെല്ലാം നിങ്ങൾക്കറിയാം, അലീനയാണ് വൈജയുടെ മകളെന്നും നിങ്ങൾക്കറിയാം. ഇങ്ങനെയെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ കിടന്ന് നാടകമാടിയതല്ലേ? അതല്ല ബാലേന്ദ്ര ഞാൻ പറഞ്ഞത്. അല്ല, നമുക്ക് ഏതായാലും സത്യാവസ്ഥ അറിയാം, പക്ഷെ ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനാണ്? എന്നിട്ട് ഒരു ആശ്വാസവാക്ക് പോലും അലീനയോട് പറഞ്ഞില്ലല്ലോ. സ്വന്തം അനിയത്തിയുടെ മകളാണ് അലീന എന്നറിഞ്ഞിട്ട് പോലും അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചോ? ഇല്ലല്ലോ. പക്ഷെ അപ്പോഴേക്കും ഇയാളിങ്ങനെ സംസാരിക്കുകയാണ്, ഞാൻ എങ്ങനെ ചേർത്ത് പിടിക്കും? എൻ്റെ അനിയത്തിയുടെ മകളാണ് അലീനയെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലും ചേർത്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയ്ക്ക് എന്ത് തോന്നും? വൈജ സത്യങ്ങൾ അറിഞ്ഞാലോ എന്ത് ചെയ്യും?
വൈജ ആത്മഹത്യ ചെയ്യുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ നഷ്ടപ്പെടില്ലേ? അവൾ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. താൻ പണ്ട് പ്രസവിച്ച മകള് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ ജീവനോടെ ഉണ്ടാവില്ല ബാലേന്ദ്ര എന്നിങ്ങനെ ഇയാൾ പറയുക. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.